ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാനൊരു 3 days ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോവാണ് കേട്ടോ. ചേട്ടനില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് പോകുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് കാണും. ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് നടക്കുന്നത്. 3 days പ്രോഗ്രാമാണ്. ട്രിവാൻഡ്രത്തുള്ള മൗര്യ രാജധാനി ഹോട്ടലാണ് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതാണ് റിസപ്ഷൻ കാര്യങ്ങളും എല്ലാം. നമ്മൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഏകദേശം വന്ന് റെഡി ആയിട്ടൊക്കെ സെറ്റ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ട് നമ്മൾ രാവിലെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ നമ്മൾ ക്ലാസ്സിന് കയറിയിരുന്നു. ഉച്ചവരെയും ക്ലാസ് ആയിരുന്നു. ഇടയ്ക്ക് ബോറടിക്കായിരിക്കും, ഗെയിം സെക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ടീ ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡിന്റെ കാര്യത്തിൽ പറയുന്നെങ്കിൽ അടിപൊളി ഫുഡാണ്. നമ്മുടെ സദ്യയായിരുന്നു, സദ്യ പോലെയായിരുന്നു. ചോറ്, മീൻകറി, ചീനി, പപ്പടം, തോരൻ, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ സേമിയ പൈസവും ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ടീ ബ്രേക്ക് ആയപ്പോഴത്തേക്ക് ഏത്തക്കപ്പം കോഫി ഉണ്ട്, ചായ ഉണ്ട്, നമുക്ക് കോഫി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് റൂം തന്നിരുന്നു. നമുക്ക് സൂട്ട് റൂം ആയിരുന്നു തന്നിരുന്നത്. ഈ കാണുന്നതാണ് ഏകദേശം റൂമിന്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. അടിപൊളിയാണ്. റൂമൊക്കെ കാണാൻ നല്ല സെറ്റപ്പ്, നല്ല അറേഞ്ച്മെന്റും കാര്യങ്ങളുമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫാമിലിക്കും കപ്പിൾസിനും ഒക്കെ വന്ന് താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പോയിരുന്നു. രാത്രി നമുക്ക് കഴിക്കാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും ചിക്കൻ കറിയും പപ്പടും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ വിത്ത് ഐസ്ക്രീം ആയിരുന്നു. ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ ചെന്ന് ഫ്രഷ് ആയി. എല്ലാവരും രാവിലെ ഇറങ്ങിയതായത് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ലഗേജ് ഒക്കെ അവിടെ ഇവിടേക്ക് ഒന്ന് ഒതുക്കിയിട്ട് എല്ലാവരും ഉറങ്ങാനായിട്ട് കിടന്നു. അങ്ങനെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ട്രെയിനിങ്ങിന്റെ. നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളും ഒന്നും എടുക്കുന്നത്, അത് നമ്മൾ വീഡിയോ കൊണ്ടുപോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അപ്പൊ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഇന്ന് ദോശയും പൂരിയും കടലയും സാമ്പാറും ചമ്മന്തി ഒക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ. വിത്ത് ജ്യൂസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലൂടെ നമ്മുടെ സാറിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. നമ്മൾ അതും കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ചോക്ലേറ്റ് കേക്ക് ഒക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡിനുള്ള സമയമായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിക്കാൻ ഉണ്ടായിരുന്നത്. ഫുഡെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തന്നെ വിളമ്പി എടുക്കണം. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു. പിന്നെ അതിന്റെ കൂടെ ഒരു ഐസ്ക്രീം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സും എല്ലാം മിക്സ് ചെയ്ത് ഒരു ഐസ്ക്രീം കൂടെ കുടിച്ചു. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ സെക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഈവനിങ് ഞങ്ങൾ കറങ്ങാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലോട്ടൊക്കെ വന്നായിരുന്നു. അവിടെ റേറ്റ് കുറവാണ്, ഓഫറാണെന്നൊക്കെ അറിഞ്ഞ് വന്നതാണ്. നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട്. 299, 199 അങ്ങനെ പല റേറ്റിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കറങ്ങി നടന്ന് ഓരോന്നിന്റെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് 2-3 പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി പോയത് നമ്മൾ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് പോയതാണ് കേട്ടോ. ഇതാണ് ആ സ്പോട്ട്, സുഡ സുഡ ഇഡലി എന്ന് പറഞ്ഞ്. ഈ നിൽക്കുന്നത് നമ്മുടെ ആക്ടർ വെങ്കിട് എന്ന് പറയുന്നതാണ്. ഉടൻ പണം നായകൻ പ്രോഗ്രാമിലൂടെ ഒക്കെ വന്ന, ഇപ്പൊ ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട് പുള്ളിക്കാരെ. ആ ചേട്ടനും ഫ്രണ്ട്സൂടെ ഒക്കെ നടത്തുന്ന 3 ഡിഫറെന്റ് ടൈപ്പ് ഇഡലിയുടെ ഒരു കടയാണ് കേട്ടോ ഇത്. ഒരുപാട് ആൾക്കാർ ഈ ഇഡലി വാങ്ങിക്കാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് വന്ന് ഇന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. 3 തരത്തിലുള്ള ഇഡലിയാണ് ഉള്ളത്. സോയാബീൻ ഇഡലി, ബട്ടർ തട്ട് ഇഡലി, പിന്നെ പൊടി ഇഡലി എന്ന് പറഞ്ഞ 3 വെറൈറ്റി ഡിഷുകളാണ് കേട്ടോ. പൊളി ടേസ്റ്റ് ആണ്. നമ്മൾ കഴിച്ചു, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഈ കടയിലോട്ട് വരുന്നതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീപരമനാഭ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് പോകുമ്പോഴാണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത്. പിന്നെ നമ്മൾ ബസ്സൊക്കെ കയറി തിരിച്ച് വീണ്ടും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. രാത്രിയിലത്തെ ഫുഡ് കോക്കനട്ട് റൈസ് ആയിരുന്നു, ചിക്കൻ കറിയും പിന്നെ കോളിഫ്ലവറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല പൊളി ടേസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊടുത്ത് പിന്നെ ഒരു കാരമൽ പുഡിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ്, 3ാമത്തെ ദിവസം. ഇന്ന് നമ്മുടെ ട്രെയിനിങ് ഉച്ചയോടെ തീരുവാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ ലാസ്റ്റ് ഡേ നമുക്ക് കഴിക്കാൻ ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ടയും പുട്ടും കടലയൊക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ചോറും മീൻകറിയും ചീനിയും തോരനും പപ്പടവും ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രഥമൻ പായസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉച്ചയോടെ നമ്മുടെ ട്രെയിനിങ് ഒക്കെ അവസാനിച്ചു. എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ വന്ന് ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ 3 ദിവസത്തെ ട്രെയിനിങ്ങിന്റെ വിശേഷങ്ങൾ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ ബൈ.